ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത് എൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ ഇത് പെയിൻറ്റിങ്ങിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പെയിൻറ്റിങ്ങിൽ എല്ലാവർക്കും ഓരോരുത്തരുടെ മെത്തേഡ് ഉണ്ടാവും. ജനലിൻ്റെ സൈഡ്, വാതിലിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വൃത്തിയായി ചെയ്യാൻ പല മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യണ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നാലും അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ അറിയുന്നവരും ഉണ്ടാവും, ചെയ്യാൻ അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ ചെയ്യാൻ അറിയുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചെയ്യാൻ ഇതുപോലെ ചിലപ്പം ബിഗിനേഴ്സിന്, പെയിൻറ്റിങ്ങിൽ ആദ്യമായി വന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഒരേപോലെ തന്നെ വാതിലിൻ്റെ സൈഡൊക്കെ ഞാൻ ചെയ്യുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ജനലിൻ്റെ അതായത് വാതിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ സൈഡൊക്കെ അടിപൊളിയായിട്ട് അത് നോർമലി ലെവലിൽ ഒരേ അളവിൽ വളവൊന്നുമില്ലാണ്ട് ടേപ്പ് കറക്റ്റായി ഒട്ടിച്ച് അതിൻ്റെ ഗ്യാപ്പൊക്കെ പുട്ടിയിടാനുള്ള ലെവലിൽ ആക്കി ആ ഒരു ലെവലിലേക്ക് ഒട്ടിച്ച് ഫുള്ളായിട്ട് ആ ഫ്രെയിമിന് ഫുള്ളായിട്ട് ടേപ്പ് ഒട്ടിച്ചെടുക്കുക. അതേപോലെ ഈ രണ്ട് സൈഡും ഇതേപോലെ ടേപ്പ് ഒട്ടിച്ച് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ടേപ്പ് ഒട്ടിച്ച് വൃത്തിയാക്കി ചെയ്യാം. ഒരേപോലെ തന്നെ ഒട്ടിച്ചിരിക്കണം. അപ്പോൾ അത് വളവുണ്ടെങ്കിൽ നമ്മൾ പുട്ടിക്കിട്ട് കഴിഞ്ഞ് അതിൻ്റെ അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രെയിം അത്ര കറക്റ്റായിട്ട് പെർഫെക്ഷനായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളവില്ലാണ്ട് കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഒരേ ലെവലിൽ ഒട്ടിച്ച് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഒട്ടിച്ചതിന് ശേഷം കറക്റ്റാക്കി ലൈന് കറക്റ്റാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ടാപ്പ് ഒട്ടിക്കുക. ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡ് ഞാൻ ടാപ്പ് ഒട്ടിച്ചു. അതുപോലെ തന്നെ മുകളിൽ ടാപ്പ് ഒട്ടിക്കുമ്പോൾ ആ കറക്റ്റ് സ്ക്വയർ കറക്റ്റാക്കിയിട്ട് തന്നെ ആ രണ്ട് മൂല വരുന്നിടത്ത് സ്ക്വയർ കറക്റ്റാക്കി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അത് ഞാൻ ഇപ്പോൾ ഈ കാട്ടുന്ന പോലെ അതോ എങ്ങനെയും നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ചെയ്യാം. പക്ഷേ ടാപ്പ് കറക്റ്റാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് വരുന്ന ഭാഗം കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ശരിയാക്കിയതിന് ശേഷം ഒട്ടിക്കുക. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ആ വരുന്ന മൂല നല്ല വൃത്തിയായിട്ട് കിട്ടും. അത് ഒരേപോലെ നോക്കിയതിന് ശേഷം കറക്റ്റ് ടാപ്പ് ഒട്ടിച്ച് അത് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഒട്ടിക്കൽ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഒട്ടിച്ചതിൻ്റെ ചുറ്റുപുറം പൊട്ടും കാര്യങ്ങളും ആ കട്ട്ലക്ക് ഗ്യാപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അതുപോലെ അത് വൃത്തിയിൽ പുട്ടിയിട്ട് നല്ല ഫിനിഷ് ചെയ്തെടുത്തിട്ട് ആണോ എല്ലാ സൈഡും പൊട്ടിയിട്ടും എഡ്ജൊന്നും ഇല്ല, ഒരു സൈഡിലും അതിന് എഡ്ജില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് അതിൻ്റെ സൈഡൊക്കെ കിടക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ക്വയറായി കിട്ടും. ഇതുപോലെ ടാപ്പ് ഒട്ടിച്ച് ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. ഞാൻ ഇപ്പോൾ പല പെയിൻറ്റേഴ്സിനെ നമ്മളറിയാം, നമ്മൾ കാണുന്നവരാണ്. അപ്പോൾ ചിലവർ ചെയ്യണവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഇതേപോലെ സൈഡ് മൊത്തം പുട്ടി പാക്ക് ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ലെവലിൽ പുട്ടീനെ വടിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലേഡ് കൊണ്ട് കറക്റ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ എല്ലാ ഭാഗവും, അതായത് അതിൻ്റെ 3 സൈഡും ഇതേപോലെ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് പുട്ടിയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് അതുപോലെ തന്നെ ആ ബ്ലേഡിൽ കറക്റ്റായിട്ട് പിന്നീട് ഉരക്കണം എന്നുള്ള ഒരു ഇതില്ലാണ്ട് ആ ലെവലിലേക്ക് തന്നെ വലിച്ചെടുത്ത് പിന്നെ നൈസായിട്ടൊന്ന് തുടച്ചു കൊടുക്കാനുള്ള ലെവലിൽ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുക. പിന്നെ എഡ്ജ് കാര്യങ്ങളൊക്കെ പുട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് ഉരച്ച് പിന്നെ മിനുസം വരുത്താനുള്ള ലെവലാവും. നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ പുട്ടിയിട്ട് ഉണങ്ങാനുള്ള സമയമൊന്നും നമ്മൾ പുട്ടിക്ക് കൊടുക്കണില്ല. അപ്പോൾ അതുപോലെ ഫിനിഷ് ചെയ്ത് വലിച്ച് അതൊന്ന് തുടച്ച് എന്നുള്ള ലെവലിൽ അത് പൊന്തൽ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലെവലിൽ നമ്മൾ അതിനെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് അപ്പം തന്നെ അതിന് പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്.
അപ്പോൾ ഈ ഒരു ലെവലിൽ അതിനെ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 2 സൈഡ് നമ്മൾ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സൈഡ് ബാക്കിയുണ്ട്. ആ സൈഡിൽ ഇപ്പോൾ എന്തായാലും നമുക്ക് ബ്ലേഡായിട്ട് വലിക്കാൻ പറ്റില്ല. അതായത് ഈ ചെമ്മരിൻ്റെയും കട്ട്ലടി മൂലമായതുകൊണ്ട് അതിന് പൊട്ടും കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് മാത്രമേ പുട്ടി വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് പുട്ടി വലിക്കുന്ന സമയത്ത് പുട്ടി വലിച്ചതിന് ശേഷം വിരൽ വെച്ചിട്ട് തന്നെ ചെമ്മരിൻ്റെ മുകളിലത്തെയും കട്ട്ലയുടെ മുകളിലത്തെയും ഒരേപോലെ വടിച്ച് ഞാൻ ചെയ്യണ പോലെ ഇതുപോലെ ചെയ്തെടുക്കുക. അതാകുമ്പോൾ പിന്നീട് നമുക്ക് വരക്കാനുള്ള ഒരു ഇട വരില്ല. അത് നമുക്ക് വൃത്തിക്ക് തന്നെ ഒരേപോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പുട്ടി കറക്റ്റാക്കി സൈഡ് ഫുള്ള് പാക്ക് ചെയ്തെടുക്കുക. 3 സൈഡും പാക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഡയറക്റ്റ് പെയിൻ്റ് അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ അതിനെ മൊത്തം ആ ഫ്രെയിമിനെ പുട്ടിയിട്ട് പാക്കിങ്ങിൽ കഴിഞ്ഞ് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വലിയിപ്പിക്കുക, വല്ലാണ്ട് സമയം എടുക്കണമെന്നില്ല. പുട്ടി ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് വലിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. സൈഡ് ഇങ്ങനെ പൊട്ടി പോരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുട്ടി ഇട്ടതിന് ശേഷം അപ്പം തന്നെ അത് പെയിൻ്റ് അടിച്ച് ആ പച്ചയെ തന്നെ അത് വലിക്കലാവും ബെറ്റർ. അത് നിങ്ങളെ ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഐഡിയയിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ അത്രയും വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാണ് വേണ്ടത്. പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നോർമലി ചെമ്മരുമ അടിക്കുന്ന പോലെ നമ്മളങ്ങനെ അടിക്കാൻ പാടില്ല. അതായത് നമ്മൾ വാഷ് ചെയ്ത് അടിക്കണം. അതായത് പുട്ടി പോരാണ്ട് പെയിൻറ്റ് ആ ലെവലിൽ അടിക്കാനുള്ള ലെവൽ. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്ത് തന്നെ അടിക്കണം. വാഷ് ചെയ്ത് ആ പുട്ടിയൊക്കെ ഫിനിഷ് ചെയ്ത് ആ ലെവലിൽ അടിക്കുക. അപ്പോൾ ഇതുപോലെ വാഷ് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുക. 3 സൈഡും അതേപോലെ വാഷ് ചെയ്ത് അടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് വലിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു കോട്ട് അടിക്കേണ്ടതുണ്ട്. ഇതുപോലെ എല്ലാ സൈഡും വാഷ് ചെയ്ത് തന്നെ അടിക്കുക. നോർമലി ബ്രഷിൽ അടിക്കണ പോലെ അടിക്കാണ്ടിരിക്കുക. വാഷ് ചെയ്ത് അടിച്ചതിന് ശേഷം, അതായത് കുറച്ചും കൂടി കട്ടി കിട്ടും എന്നർത്ഥം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതുമ്പോൾ ആദ്യത്തെ പുട്ടിക്കും ഒരു കംപ്ലൈൻറ്റ് വരില്ല. നമുക്ക് പെയിൻറ്റും അടിക്കാം. ആ ഒരു ലെവലിൽ ചെമ്മരിനെ തൊട്ടില്ല എന്നുള്ള ലെവലിൽ വേണം അടിക്കാൻ. ഇപ്പോൾ ഏകദേശം 2 സൈഡ് അടിക്കഴിഞ്ഞാൽ അതുപോലെ മറ്റേ സൈഡും ആ മൂല ചേർത്ത് അതേപോലെ വാഷ് ചെയ്ത് തന്നെ അടിക്കാൻ ശ്രമിക്കുക. ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ഞാൻ ചെയ്യണ മെത്തേഡാണ്. പക്ഷേ ചിലപ്പോൾ ഇതുപോലെ മറ്റുള്ള പെയിൻറ്റേഴ്സ് ചെയ്യുന്നുണ്ടാവും, നമുക്കറിയില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അങ്ങനെ ആരും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലയുടെ സൈഡൊക്കെ നമുക്ക് കറക്റ്റ് ബ്ലേഡ് വെച്ച് നമ്മൾ എങ്ങനെയാണോ വരയുക അതുപോലെ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. നമുക്ക് ഈ വീഡിയോ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട നിങ്ങൾ കാണുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ലെവൽ എന്താണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം അടി കഴിഞ്ഞിരിക്കണ്. ഒരേ ലെവലിൽ ഇപ്പോൾ ഫസ്റ്റ് കോട്ട് എന്നുള്ള ലെവൽ അടിച്ച് നിർത്തി. ഇനി ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം ഒന്നും കൂടി അതുപോലെ തന്നെ വാഷ് ചെയ്ത് ഒന്നും കൂടി അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സെക്കൻഡ് കോട്ടും ഇപ്പോൾ വാഷ് ചെയ്ത് അടി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം, അത് വല്ലാണ്ട് ഉണങ്ങാൻ പാടില്ല. ഇതേപോലെ
ടാപ്പ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബ്ലേഡ്, അതായത് നമ്മൾ സ്കെയിൽ വെച്ച് വരഞ്ഞ എങ്ങനെ ഉണ്ടാവും അതുപോലെ നമുക്ക് കട്ട്ളയുടെ സൈഡ് കിട്ടും. പിന്നെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ കട്ട്ളയും ആ ചെമ്മരും ഒരേ ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ടാപ്പ് വലിക്കുമ്പോൾ നല്ല സ്പീഡിൽ വലിക്കാൻ പാടില്ല, നോർമൽ ഒരു സ്പീഡിൽ മാത്രമേ വലിക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ടാപ്പ് പൊട്ടാനോ അതുപോലെ അല്ലെങ്കിൽ പുട്ടി പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇതുപോലെ വലിച്ച് ക്ലിയർ ആക്കി എടുക്കുക. ടാപ്പ് വലിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പറയാൻ കാരണം പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ വലിക്കണം. അപ്പോൾ ഇതേപോലെ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒന്ന് നോക്കി നോക്കൂ, കട്ട്ളയുടെ സൈഡ് കറക്റ്റ് നമ്മൾ സ്കെയിൽ വെച്ച് വരുന്ന മാതിരി കറക്റ്റ് ആ സ്ക്വയറിലായിട്ട് തന്നെ കിട്ടും. നമ്മൾ ബ്രഷിൽ എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഫിനിഷിങ്ങിൽ ഒരിക്കലും കിട്ടില്ല. എത്ര വലിയ പെയിൻറ്റിങ്ങാരനായാലും ബ്രഷിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഫിനിഷിൽ കിട്ടില്ല. അപ്പോൾ പുട്ടി കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ കിട്ടും. പിന്നെ ഇതേപോലെ തന്നെ വാതിലിൻ്റെ ബാക്ക് സൈഡും ആരും അങ്ങനെ ഇതുപോലെ ടാപ്പൊട്ട് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യാം, അങ്ങനെ ടാപ്പൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഇതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ജനലിൻ്റെ ഈ കട്ട്ളയുടെ സൈഡൊക്കെ ഫുള്ള് ഗ്യാപ്പിലാണ് കിടക്കുന്നത്, മൊത്തം ഗ്യാപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ടാപ്പ് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടിരിക്കുകയാണ്. ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ വിരലുകൊണ്ട് പുട്ടി വലിച്ച് ആ 3 സൈഡും ഇതേപോലെ പുട്ടി വലിച്ചിട്ടിടുക. പുട്ടി വലിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മൾ പുട്ടി വല്ലാണ്ട് ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇതേപോലെ വാഷ് ചെയ്തിട്ട് 2 കോട്ട് അടിച്ചതിന് ശേഷം അപ്പം തന്നെ ഉണങ്ങുന്നതിന് മുന്നേ വലിച്ചെടുക്കണം. അപ്പോൾ അത് കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടും. പുട്ടിനെ ഒരിക്കലും ഉണക്കാത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പച്ചയിൽ എടുക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, വളരെ ഫിനിഷിങ്ങിൽ കിട്ടും. ഇതുപോലെ പുട്ടി കറക്റ്റായിട്ട് വിരലിൽ തന്നെ നല്ല 2 സൈഡും ഒരേപോലെ വലിച്ചു കൊടുത്ത് അപ്പം തന്നെ 2 സൈഡിലേക്കും പൊന്തി നിൽക്കുന്നത് മറ്റു വിരലുകൊണ്ട് ഫിനിഷ് ചെയ്ത് അതേപോലെ വലിച്ചെടുക്കുക. അപ്പോൾ പിന്നീട് ഉരക്കേണ്ട ഒരു സ്ഥിതി നമുക്ക് വരില്ല. അത് കഴിഞ്ഞ് പുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇതേപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അടിക്കുന്ന പെയിൻ്റ് അല്ല, പ്രൈമറാണ്. ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടായത്, നവാസ് എന്ന് പറയും. അപ്പോൾ അവൻ്റെ കല്യാണത്തിൻ്റെ പണിയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളർ ഒപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ വാതിലിൻ്റെ പണിയോ ചമ്മരിൻ്റെ പണിയൊന്നും നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണില്ല. ഒരു കോട്ട് സീലർ മാത്രമാണ് വാതിൽമ അടിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ 2 കോട്ട് പ്രൈമറാണ് ചമ്മരുമ അടിക്കുന്നത്. അപ്പോൾ പെയിൻറ്റിങ് ഉള്ള ലെവലിൽ ഇപ്പോൾ പ്രൈമർ മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വാഷ് ചെയ്ത് അടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം സെക്കൻഡ് കോട്ട് അതേപോലെ വാഷ് ചെയ്തിട്ട് പിന്നെ ടാപ്പ് വലിക്കുക. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു പെയിൻറ്ററാണ്, ബിനീഷ് എന്ന പേര്. അപ്പോൾ അതുപോലെ നമുക്ക് പെയിൻറ്റേഴ്സ് ഇനി 2-3 ആൾക്കാർ നമ്മളെ പണിയിൽ വേറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഒരുവിധം പണി അറിയുന്ന ആളുകളാണ്, കുറേ ആയിട്ട് ഈ ഫീൽഡിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 കോട്ട് നമ്മൾ ഇതേപോലെ വാഷ് ചെയ്ത് അടി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ടാപ്പ് വലിക്കുകയാണ്. ടാപ്പ് നേരത്തെ പറഞ്ഞ മാതിരി സ്പീഡിൽ വലിക്കരുത്, ടാപ്പ് പതുക്കെ വലിക്കാൻ പാടുള്ളൂ. സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാൽ പുട്ടി പൊട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇട വരും. അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ പതുക്കെ ഒരു നോർമൽ സ്പീഡിൽ മാത്രം ടാപ്പ് വലിച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ടാപ്പ് വലിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും, കറക്റ്റ് നമ്മൾ സ്കെയിൽ വെച്ച് വരഞ്ഞ മാതിരിയാണ് അതിൻ്റെ സൈഡൊക്കെ വരിക. നമ്പർ ഞാൻ കണ്ടിരിക്കുന്നത് ആളുകൾ ഇങ്ങനെ വരുന്ന ഈ ഭാഗങ്ങളിൽ നോർമലി പുട്ടി ഇടാനുള്ള പോലെ പുട്ടി ഇട്ട് വെച്ചിട്ട് പെയിൻറ്റ് കൊണ്ട് കട്ട് ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ അങ്ങനെ കാണാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ടാപ്പ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല വൃത്തിക്ക് അതിൻ്റെ ആ സ്ക്വയർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ
മറ്റുള്ള ആ കട്ടിങ്ങിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതുപോലെ പതുക്കെ വലിച്ചെടുക്കുക. കണ്ട എത്ര നല്ല ഫിനിഷിങ്ങിലാണ് എടുക്കുന്നത്. അതായത് അതിൻ്റെ ആ സ്ക്വയറിൽ ഒരു ഇതിപ്പോൾ നമുക്ക് ടാപ്പ് ഒട്ടിക്കുമ്പോഴുള്ള വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം തേപ്പിൻ്റെ സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ടൊക്കെ ഉണ്ടാകും. നമ്മൾ ടാപ്പ് ഒട്ടിക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റാക്കിയ ടാപ്പിനെ ഒട്ടിച്ചതിന് ശേഷം പുട്ടിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.